താമിർ ജഫ്രിയുടെ പിന്നെ കസ്റ്റഡി മരണം കേരളത്തെ മുഴുവൻ വേദനിപ്പിച്ചാണ്. നിരപരാധിയുടെ ചെറുപ്പക്കാരനാണെന്നുള്ളൊരു ഭാഷ്യത്തിലാണ് അത് വാദം എല്ലാം റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ഞാനതും ന്യായീകരിക്കാൻ പറഞ്ഞില്ലെങ്കിലും വസ്തുതകളെക്കുറിച്ച് നമ്മൾ കേട്ട കാര്യങ്ങൾ അൻവർ പുറത്തുവിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട MR അല്ല മറ്റേ നമ്മുടെ പത്തനംതിട്ട SP ഓഡിയോ ക്ലിപ്പിങ്സിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിനോട് അൻവർ ചോദിച്ചു, വളരെ ബുദ്ധിപൂർവ്വം ചോദിച്ചു. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ MDMന്റെ 2 ക്യാപ്സൂൾ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ പോയി അത് അവിടെ കിടന്ന് പൊട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഒരു ന്യായമൊന്നുമല്ല. പക്ഷേ അന്വേഷണം തീർച്ചയായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ കാര്യക്ഷമമായിട്ട് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ കുടുംബത്തിന് പരാതിയില്ല. ആ അന്വേഷണത്തിൽ അവർ തൃപ്തരാണ്. അതുപോലെ തന്നെ മാമിയെ കാണാതായിട്ട് 1 വർഷവും 2 മാസമായിട്ടുണ്ട്. കോഴിക്കോട് ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന് തിരോധാനത്തിൻ്റെ പേരിൽ പോലും ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾക്ക് പോലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് വിസ്മരിച്ചെടുത്തൊരു കാലത്താണ് PV അൻവർ ഈ വിഷയമായിട്ട് വന്നത്. PV അൻവർ ഈ വിഷയം കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുത്തപ്പോൾ തന്നെ കേസ് ലോക്കൽ പോലീസിൽ നിന്നും മാറ്റി അത് ക്രൈംബ്രാഞ്ചിലേക്ക് കൊടുത്തു. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ആ കുടുംബം പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ തൃപ്തരാണ്, ഈ അന്വേഷണത്തിൽ തൃപ്തരാണ്. വളരെ കൃത്യമായ രീതിയിൽ ആ ഉദ്യോഗസ്ഥന്മാർ അവരെ പോയി കാണുകയും അന്വേഷണത്തിൽ പിന്നെ ബന്ധപ്പെടുകയും അതിലൊരു സംതൃപ്തിയിലൂടെ കുടുംബം നിൽക്കുന്നു. ഇപ്പോൾ തെറ്റുകൾ സംഭവിക്കാം, സമൂഹത്തിൽ പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങളും വരാറുണ്ട്. അപ്പോൾ അതൊന്നും തികഞ്ഞ് അതെല്ലാം മാറിയൊന്നും ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിനെ ഒരു സർക്കാർ എങ്ങനെയാണ് കാണുന്നത്, അതെങ്ങനെയാണ് നീതിപൂർവ്വം അത് അന്വേഷിക്കുന്നത്? അതിൻ്റെ ഒരു ചരിത്രം തന്നെ കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിലുണ്ട്. മാതിനോട് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ ക്രിമിനലായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പെർസെൻറ്റേജ് എത്രയാണ്? 6%. ഇന്ത്യയിൽ അത് ഇപ്പോഴും 12%. ഈ 8 വർഷം കൊണ്ട് അത് 4% കുറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് 4% പിന്നെ ക്രിമിനലായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള ഉദ്യോഗസ്ഥർ മാത്രമേ പോലീസിൽ ഇപ്പോൾ കേരളത്തിലുള്ളൂ. പോലീസിൽ വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾ എത്രയെല്ലാം രീതിയിൽ 10-15 ദിവസം അടുപ്പിച്ചായിട്ട് നിങ്ങൾ ഈ വിചാരണ നടത്തിയാലും കേരള പോലീസിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മനുഷ്യൻ്റെ മുഖമുള്ള ഒരു പോലീസ്, സൗഹാർദ്ദപരമായിട്ട് അവിടെ ഒരു പോലീസിനെ ആ രീതിയിൽ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്ന ഈ സർക്കാർ വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 100% ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പോൾ താമിർ ജഫ്രിയുടെ കാര്യത്തിലായാലും മാമിയുടെ കാര്യത്തിലായാലും ഉണ്ടായിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചകളുണ്ടെങ്കിൽ അത് കൃത്യമായി നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ ജഫ്രിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണവിധേയരായിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സർവീസിന് പുറത്തായിരിക്കുന്നത്. ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ UDF ഭരിച്ചപ്പോൾ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഉദ്യോഗസ്ഥന് പേര് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പരസ്യമായിട്ട് കോട്ടയത്ത് പറഞ്ഞില്ലേ 122 പോലീസുകാർ 2 DYS ഉൾപ്പെടെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. 202 പേർ പിരിച്ചുവിടലിൻ്റെ വക്കലാണ്. അപ്പോൾ ഒരു സംശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ ഒരു സർക്കാർ യാത്ര ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ വരുന്ന വീഴ്ചകളെ നിങ്ങളിങ്ങനെ ദിവസങ്ങളോളം ചർച്ച ചെയ്ത് ആഭ്യന്തരമന്ത്രിയെയും പിന്നെ LDF സർക്കാരിനെയും ഇകഴ്ത്തി കാണിക്കുന്നതിൻ്റെ പിന്നെ ഒരു അജണ്ടയുണ്ട്. ഞങ്ങളത് മാത്രമേ പറയത്തുള്ളൂ. അല്ലാണ്ട് MR അജിത് കുമാറിനെ ന്യായീകരിക്കാനോ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കാനോ PV അൻവറിനോട് പറഞ്ഞു നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത്തരത്തിലൊരു കമന്റ് ഉള്ളതായിട്ട് ഇതുവരെ നമുക്കറിയില്ല. ഇനി ഈ MDMAയുടെ 2 ടാബ്ലറ്റ്സ് അവിടെ കിടന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇടികൊണ്ടിട്ടാണെന്നേ, മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന കാര്യത്തിൽ പോലീസുകാർക്കോ സുജിത് ദാസിനോ ഒരു പ്രശ്നവുമില്ല. MDMA കടത്തിയാൽ അതിന് നിയമത്തിൽ ശിക്ഷയില്ലേ? അതിന് നിയമത്തിന് കൈകാര്യം ചെയ്യാൻ വഴിയില്ലേ? ഇടിച്ചിഞ്ചപരവുമാക്കാനും വഴിവേറെ ചവിട്ടി പൊട്ടിക്കാനും പറഞ്ഞിട്ടുണ്ടോ പോലീസുകാരോട് ആരെങ്കിലും? ബാധു 0.1% പോലും അതിനെ ജസ്റ്റിഫൈ ചെയ്തല്ല ഞാൻ പറഞ്ഞത്. ആ മനുഷ്യന്റെ ഓഡിയോ ക്ലിപ്പിംഗ്സിനോട് നമ്മൾ കേട്ടവര് ഞാൻ പുറത്തു പറയുന്നത്. അങ്ങനെയാണ് കേരളം ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. അല്ലാണ്ട് 1.1% പോലും MDMA ആയിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞില്ല. ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, മറുപടി പറഞ്ഞപ്പോഴേ. അതുകൊണ്ട് അതിനെയൊന്നും അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ വിഷയം എന്താണ്? ഇവിടെ PV അൻവർ MLA സധൈര്യം കേരളത്തിനോട് ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി വിരുദ്ധമായിട്ട് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും കൺവീനറും എന്തിനധികം കേരളത്തിലെ മുഖ്യമന്ത്രി പോലും അതിനെ ഗൗരവത്തിലെടുത്തു. അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിച്ചു. പുറത്തു വരുമ്പോൾ ഇപ്പം നിങ്ങളൊക്കെ മാധ്യമങ്ങൾ എത്രയോ കഥകൾ, എത്രയോ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അത്തരം വാർത്തകളുടെ പേരിലൊക്കെ ഒരു ജനാധിപത്യ രീതിയിൽ സർക്കാരുകൾ പ്രതികരിക്കാറില്ലേ? സർക്കാർ പ്രതികരിക്കും. അതാ മാധ്യമങ്ങളുടെ പുറത്തു കൊണ്ടുവന്നാണ് ഗുണം. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ലോക്കപ്പ് മർദ്ദനത്തിന്, ഭീകരമായ മനുഷ്യത്വ വിരുദ്ധമായ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയായിട്ടാണ് താമിർ ജിഫ്രി കൊല ചെയ്യപ്പെടുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ MDMAയുടെ 2 ക്യാപ്സ്യൂളുകൾ കണ്ടെത്തുന്നുണ്ട്. പോലീസുകാർ വിഴുങ്ങിപ്പിച്ചല്ലെന്ന് എന്താണ് ഉറപ്പ്? ലോക്കപ്പിലിട്ട് ഇടിക്കാൻ കഴിയുന്നവർക്ക് പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? മര്യാദയ്ക്ക് പെരുമാറുന്ന പോലീസുകാർ, നിയമത്തെ ബഹുമാനിക്കുന്ന പോലീസുകാർ ആണ് എങ്കിൽ നമുക്ക് ഓക്കെ, ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ എന്താന്നേ ഉറപ്പ്? ഇടിക്കാനും കൊല്ലാനും വാരിയല്ലൊടിക്കാനും കഴിയുന്ന പോലീസുകാർക്ക് ഇത് ചെയ്യാൻ കഴിയില്ലേ? ഡാൻസ് ഓഫിന് ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി വാങ്ങാനും ലഹരി കേസിൽ കൊടുക്കാനും ഒക്കെ കഴിയുന്ന, അല്ലെങ്കിൽ അത് ചെയ്യാൻ ഉളുപ്പില്ലാത്ത ആളുകളാണ് എന്നുള്ള ആരോപണങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. ഇവർ ചെയ്തല്ല എന്ന് എന്തായിരിക്കും നമുക്ക് ഉറപ്പ്?
അല്ല ബാധു, അത്തരം കാര്യങ്ങളെല്ലാം സർക്കാർ ഗൗരവമായിട്ട് തന്നെ DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അന്വേഷണം നടക്കുന്നു. നേരിട്ട് DGPക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടി ഗ്യാരണ്ടിയാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ അന്വേഷണത്തിൽ തന്നെ തെറ്റുകാരാണ് കണ്ടെത്തിയവരുടെ പേരിൽ കർശനമായ നടപടി സർക്കാരിന്റെ